ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദിണ്ടിഗൽ സ്വദേശി MS മണിയെയും സുഹൃത്തായ ബാലമുരുകനെയും ഇന്ന് ചോദ്യം ചെയ്യും. ഇരുവരോടും ഇന്ന് ഹാജരാകാൻ SIT നിർദ്ദേശിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് സൂചന. കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധന്റെയും കസ്റ്റഡി അപേക്ഷ അത് ഇന്ന് കോടതി പരിഗണിക്കുന്നതായിരിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. അനന്തൻ, ഗുഡ് മോർണിംഗ്. നിർണായകമായ ദിവസമാണ്. ഇപ്പോൾ രണ്ടുപേരും SITക്ക് മുന്നിൽ ഹാജരാകും എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത്? എന്താണ് അറിയുന്നത്? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില നടപടികൾ നടക്കുന്ന ദിവസമാണ് ഇന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു വഴിത്തിരിവ് എന്ന് കരുതാവുന്ന ഒരു വിവരങ്ങൾ നൽകിയത് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വ്യവസായിയുമാണ്. അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ദിണ്ടിഗലിൽ മണി എന്ന ഒരാളിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അയാൾ ആണോ ഈ രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വ്യവസായിയും നൽകിയ ഡി മണി അഥവാ ദാവൂദ് മണി എന്നുള്ള കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദിണ്ടിഗലിലുള്ള MS മണി എന്ന സുബ്രഹ്മണ്യോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടെ അയാളുടെ സുഹൃത്തായ ബാലമുരുകൻ, കാരണം ബാലമുരുകൻ്റെ പേരിലുള്ള ഫോണാണ് ഈ മണി ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടുപേരോടും ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ ഇഞ്ചക്കലിലെ SIT ഓഫീസിൽ രണ്ടുപേരും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നമ്മൾ മണിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ദിണ്ടിഗലിൽ വിളിക്കുമ്പോൾ അവർ ഇന്ന് എത്തും എന്നുള്ള വിവരമാണ് അവരും പങ്കുവയ്ക്കുന്നത്. ഇന്നലെ രാത്രിയോടെ അവർ പുറപ്പെടും, ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ്. ഏതായാലും ആ ചോദ്യം ചെയ്യൽ ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ മണി ആണ് രമേശ് ചെന്നിത്തലയും ആ വ്യവസായം ഉദ്ദേശിച്ച മണി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ പിന്നീട് സ്വർണ്ണക്കൊള്ളയുമായി അവരുടെ ബന്ധം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് പോകും. ഒരു പക്ഷേ ഈ ചോദ്യം ചെയ്യൽ ഒരു അറസ്റ്റൊക്കെ കലാശിച്ചാൽ തീർച്ചയായിട്ടും ഈ മണിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരും. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ അത് വലിയ ഒരു കള്ളക്കടത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. കാരണം ആ രീതിയിലുള്ള ചില സൂചനകളാണ് രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വ്യവസായിയും നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന നേരത്തെ വന്ന വിവരങ്ങൾ. അപ്പോൾ ഏതായാലും അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാകും. അതായത് ദിണ്ടിഗലിലുള്ള MS മണിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ അറിയാൻ കഴിയും. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം SITയുടെ ഭാഗത്തു നിന്നുള്ളത് പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതി ഇല്ലാത്തതുകൊണ്ടാണ് ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. രണ്ടുപേരെയും ഇന്ന് ഹാജരാക്കും. കോടതി അനുവദിക്കുകയാണെങ്കിൽ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഇന്ന് SITയുടെ കസ്റ്റഡിയിൽ വരും. SITയുടെ ഏറ്റവും നിർണായകമായ മറ്റൊരു ചോദ്യം ചെയ്യൽ കൂടിയാണത്. കാരണം ഈ സ്വർണം തട്ടിയെടുത്തു, പുറത്തു കൊണ്ടുപോയി, അതിനുശേഷം ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാവുന്ന രണ്ടുപേരാണ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും. അപ്പോൾ അവർ നേരത്തെ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നാണ് SIT കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് കൂടുതൽ തെളിവുകൾ വെച്ച് അവരെ ചോദ്യം ചെയ്യുന്നതോടെ ആ ഒരു ഇപ്പോഴും വെളിവാകാത്ത മേഖലയിലേക്കുള്ള ചില വിവരങ്ങൾ ലഭിക്കുമെന്നാണ് SIT പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ മറ്റൊരു അറസ്റ്റ് കൂടി നടന്നു. അത് 2019 ദേവസ്വം ബോർഡ് അംഗമായ N വിജയകുമാറിൻ്റെ അറസ്റ്റാണ്. ഇന്നലെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് A പത്മകുമാറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ രേഖകളിൽ കൃത്രിമം കാട്ടി എന്നുള്ളതാണ്. ഇതേ ബോർഡിലെ മറ്റൊരു അംഗമായ ശങ്കരദാസും ഈ കേസിൽ പ്രതിയാണ്. പക്ഷേ ശങ്കരദാസിൻ്റെ അറസ്റ്റ് സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ശങ്കരദാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി ഇന്ന് ഒരു പക്ഷേ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ഒരുപക്ഷെ അതിൻ്റെ തീരുമാനമനുസരിച്ചാകും SITയുടെ അറസ്റ്റ് അടക്കമുള്ള നീക്കത്തിലേക്ക് പോവുക. പക്ഷേ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും SITക്ക്. കാരണം ഇരുവരെയും അറസ്റ്റ് ചെയ്യാത്തത് സംബന്ധിച്ച് നേരത്തെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ നടക്കുന്ന ഒരു ദിവസമാണ് പൂജ. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.